നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരെയും പൂർണ്ണമായി ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് ഹമാസ് പുറത്തുവിട്ടിട്ടുള്ള എല്ലാ വീഡിയോയിലും ഒരു ഭയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രധാനമായി ബന്ദികളുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നാറുള്ളത്. ഇപ്പോഴിതാ ഒക്ടോബർ 27-ന് ഗസയിൽ കരയാക്രമണം ആരംഭിച്ച ശേഷം ഇസ്രയേലിന്റെ ഭാഗത്ത് ഏറ്റവും അധികം സൈനികർ കൊല്ലപ്പെട്ട ദിനമായിരുന്നു തിങ്കളാഴ്ച. രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി 24 ഇസ്രായേൽ അധിനിവേശ സൈനികരെയാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്. 24 സൈനികർ മരണമടഞ്ഞ അല്ലെങ്കിൽ 24 സൈനികർ കൊല്ലപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും ഇസ്രയേലിൽ നിന്ന് മാറിയിട്ടില്ല. ആ ആഘാതം IDF-നെ ഏൽപ്പിച്ചത് വലിയ മുറിവ് തന്നെയാണ്. ആ മുറിവിലേക്ക് വീണ്ടും വീണ്ടും ആണി അടിച്ചു കയറ്റുന്ന അത്രയും വേദനയോടുകൂടി തന്നെയാണ് ഹമാസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ ചങ്കിടിപ്പോടുകൂടി IDF കാണുന്നത്. ഇതിന് തിരിച്ചൊരു മറുപടി ഉടനെ ഉണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് IDF. ഇസ്രായേൽ എഞ്ചിനീയറിംഗ് യൂണിറ്റ് നിലകൊണ്ടിരുന്ന അൽ മഗാസി അഭയാർത്ഥി ക്യാമ്പിലെ കെട്ടിടം തകർക്കുകയായിരുന്നുവെന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അൽ ഖസാം തന്നെ അറിയിച്ചിരിക്കുകയാണ്. കെട്ടിടത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ മൊർഗാവ ടാങ്ക് അൽ യാസീൻ 105 ഷെൽ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു. സെൻട്രൽ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ നിലകൊള്ളുന്ന കിബിറ്റ്സ് കിസൂഫിനെ സമീപമാണ് സംഭവമെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് തന്നെ അറിയിച്ചു. അതിർത്തിയിൽ നിന്ന് 600 മീറ്റർ അകലെ ഫലസ്തീനികളുടെ വീടുകൾ പൊളിച്ച് ബഫർ സോൺ ഒരുക്കുന്നതിനിടയിലാണ് ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനികരുടെ മരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർഗോസ്, സുരക്ഷാ മന്ത്രി യോവ് ഗാലറ്റ്, പോലീസ് മന്ത്രി ഇറ്റാമിൽ ബെൽഗ്വീർ, പ്രതിപക്ഷ നേതാക്കളായ യെയർ ലാപ്പിഡ്, നഫ്താലി ബെനറ്റ് എന്നിവരെല്ലാം പ്രതികരണവുമായി രംഗത്ത് വരുന്നുമുണ്ട്. യുദ്ധം 109-ാം ദിവസം പിന്നിടുമ്പോഴും ഫലസ്തീൻ ജനത ഇസ്രായേൽ അധിനിവേശ സേനയുമായി സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പാണ് നടത്തിവരുന്നത് എന്ന് ഒരു വശത്ത് പറയുമ്പോൾ, മറുവശത്ത് ഇസ്രായേൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കയറി അടിച്ചതിന് തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം അൽ സെയ്ദുൽ നിന്ന് ഇസ്രായേലിന്റെ 2 ആത്മഹത്യാ ഡ്രോണുകൾ അടക്കം 3 ഡ്രോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ജബലിയയിലൂടെ കിഴക്കുനിന്ന് രഹസ്യാന്വേഷണം നടത്തുകയായിരുന്ന മെട്രിക് 600 ഇസ്രായേലി ഡ്രോൺ പിടിച്ചെടുത്തതിന്റെയും ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഗസയുടെ തെക്ക് പടിഞ്ഞാറ് ഇസ്രായേൽ സേനയ്ക്ക് നേരെ കാലിബർ മോർട്ടർ റൗണ്ട് ഉപയോഗിച്ച് ഷെല്ലാക്രമണം നടത്തി. കൂടാതെ ഖാൻ യൂനൂസിന്റെ പടിഞ്ഞാറ് ഓസ്ട്രിയ ടവറിന് തെക്കുഭാഗത്തുള്ള തുർക്കിഷ് സെമിത്തേരിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഇസ്രായേൽ സൈനികർക്കും വാഹനങ്ങൾക്കും നേരെയും അൽ ബെനിയൻ മസ്ജിദിന് സമീപവും ഷെല്ലാക്രമണം നടത്തുകയുണ്ടായി. നഹൽ ഓസിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ അൽ ഖുദ്സ് ബ്രിഗേഡ്സ്, അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡ്സ്, അൽ സമുദി ബ്രിഗേഡ്സ് എന്നിവ ചേർന്ന സംയുക്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എന്നാലും 23 സൈനികരുടെയും ഈ കൊലപാതകത്തെ അല്ലെങ്കിൽ ഈ 23 പേരെയും ഒറ്റയടിക്ക് ഇല്ലാതെയാക്കിയ ഹമാസിന്റെ തിരിച്ചടി അത് വലിയ വേദന തന്നെയാണ് ഇസ്രായേലിന് മേൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് തിരിച്ചടി ഉടനെ തന്നെ ഉണ്ടാകും. അതിന് പ്രധാനമായും അതിന്റെ നേതാവിന്റെ തലയെടുക്കുക അത് തന്നെയാണ് IDF-ന്റെ പ്രധാന ലക്ഷ്യവും. പക്ഷെ ഓരോ നിമിഷവും IDF ഇപ്പോൾ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴും ബന്ദികളുടെ ജീവന് ആപത്തായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ 109-ാം ദിവസമായിട്ടും ഇനിയും ബന്ദികളാക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്തത്, അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് IDF-ന്റെ ഏറ്റവും വലിയ പരാജയമായി തന്നെയാണ് ഇസ്രായേൽ ജനത അടക്കമുള്ളവർ കരുതുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ടെന്റ് അടിച്ചു വരെ ആൾക്കാർ സമരം തുടങ്ങിയിരിക്കുകയാണ്. നെതന്യാഹു ഒരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉടനടി തന്നെ 23 സൈനികർക്കുള്ള അവർക്ക് വേണ്ടി ഒരു യുദ്ധത്തിലേക്ക്, അവർക്ക് വേണ്ടി ഒരു പുതിയൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ.